നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മനുഷ്യനെ സംബന്ധിച്ച് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നതാണ് പുരുഷാർത്ഥങ്ങളുടെ ക്രമം. ധർമ്മത്തിന് അനുസൃതമായി ജീവിക്കണം. ഒരു കാരണവശാലും ധർമ്മമര്യാദകൾ ലംഘിക്കരുത്. ധർമ്മത്തിൽ അടിയുറച്ച് വസിച്ചുകൊണ്ട് നല്ലപോലെ ധനം സമ്പാദിക്കണം. അലസരും മന്ദരുമായി നാം കഴിയരുത്. നമ്മുടെ ഓരോ ഗ്രഹവും തന്നെ ധനയുക്തവും ഐശ്വര്യപൂർണവുമാകണം. ഓരോരുത്തരും ധനികരാകണം. ഇപ്രകാരം ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം അനുവദിക്കുന്ന അത്രയേ കാമിക്കാവൂ. കാമം വേണ്ടത് തന്നെയാണ്, എന്നാൽ അത് ധർമാർത്ഥങ്ങളിൽ അധിഷ്ഠിതമാകണം. അല്ലാത്ത കാമം ദുഃഖത്തെയേ വരുത്തൂ. അത് നമ്മെ കടക്കെണിയിൽ കുടുക്കും. ധർമാധർമ്മ കാമങ്ങളെ യഥായോഗ്യം ഉപയോഗിക്കുന്നയാൾക്ക് ഈ ലോക ജീവിതം ക്രമമായി വിവേക വൈരാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. അപ്പോഴാണ് മോക്ഷം എന്ന പരമപുരുഷാർത്ഥത്തിലേക്ക് ഒരു ജീവൻ അധികാരിയാകുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. ഖലു നാലംക്രിയത്തെ ദൃഷ്ടാദൃഷ്ടാർത്ഥ സാധനപടീയാൻ അമുയാ കണ്ഠസ്ഥിതയാ പ്രശ്നോത്തരരത്നമാലികയാ. ഖലു നാലംക്രിയത്തെ ദൃഷ്ടാദൃഷ്ടാർത്ഥസാധനപടീയാൻ അമുയാ കണ്ഠസ്ഥിതയാ പ്രശ്നോത്തരരത്നമാലികയാ. ഭഗവൻ കിമുപാദേയം ഗുരുവചനം ഹേയമപി ച കിം അകാര്യം. കോ ഗുരു അധിഗതതത്വ ശിഷ്യഹിതായോദ്യതഃ സതതം. ഭഗവൻ കിമുപാദേയം ഗുരുവചനം ഹേയമപി ച കിം അകാര്യം. കോ ഗുരു അധിഗതതത്വ ശിഷ്യഹിതായോദ്യതഃ സതതം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ദൃഷ്ടവും അദൃഷ്ടവുമായ അർത്ഥങ്ങളെ തേടിത്തരുന്നതാണ് പ്രശ്നോത്തര രത്നമാലിക. മനുഷ്യജന്മത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നതാണ് അർത്ഥങ്ങൾ. പ്രശ്നോത്തര രത്നമാലിക പഠിച്ച് ഹൃദയസ്ഥമാക്കിയാൽ ആഗ്രഹിക്കുന്ന അർത്ഥങ്ങൾ വന്നു ചേരും.
അങ്ങനെയുള്ള രത്നമാലിക ആർക്കാണ് അണിയാൻ ആഗ്രഹമില്ലാത്തതെന്ന് പറയുന്ന ഗ്രന്ഥമഹിമയെക്കുറിച്ചുള്ള ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയാണ് നമ്മൾ ആരംഭിക്കുന്നത്. കുറേ ശ്ലോകങ്ങളിലായി മാർഗസംബന്ധിയായും ലക്ഷ്യസംബന്ധിയായുമുള്ള അനേക പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള സമാധാനങ്ങൾ. രത്നമാല പോലെ എല്ലാവരും ഇത് ധരിക്കേണ്ടതാണ്. ഒന്നാമത്തെ ശ്ലോകം ഗ്രന്ഥമഹിമ പറഞ്ഞുകൊണ്ട് നമ്മെ അതിലേക്ക് ആകർഷിക്കുന്നതാണ്. തുടർന്നാണ് പ്രശ്നോത്തരങ്ങൾ വരുന്നത്. ഖലു ജ്ഞാലം ക്രിയത്തെ ദൃഷ്ടാദൃഷ്ടാർത്ഥസാധനപടീയാൻ അമുയാ കണ്ഠസ്ഥിതയാ പ്രശ്നോത്തരരത്നമാലികയാ. കഹ ഖലു ന അലങ്ക്രിയത്തെ. ഖലു നിശ്ചയമായും. കഹ ന അലങ്ക്രിയത്തെ, ആരാണ് അലങ്കരിക്കപ്പെടാത്തത്? അപ്പം ആരാണ് അലങ്കരിക്കപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ എല്ലാവരും അലങ്കരിക്കപ്പെടുന്നു എന്നർത്ഥം. എങ്ങനെയുള്ള ആൾ? ദൃഷ്ടാദൃഷ്ടാർത്ഥ സാധന പഠിയാൻ, ദൃഷ്ടവും അദൃഷ്ടവുമായ അർത്ഥങ്ങളുടെ സാധനം, അതിൽ പഠിയാൻ, ചതുരനായ ചതുരതരമായ ഈ പ്രശ്നോത്തര രത്നമാലികയാൽ എങ്ങനെയുള്ളതിനാൽ? കണ്ഠസ്ഥിതമായ ഈ രത്നമാലികയാൽ ആരാണ് അലങ്കരിക്കപ്പെടാത്തത്? ഏത് മനുഷ്യനാണ്? എങ്ങനെയുള്ള മനുഷ്യൻ? ദൃഷ്ടാദൃഷ്ടാർത്ഥ സാധന പഠിയൻ. ദൃഷ്ടം ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്, കാണുന്നതാണ്. അദൃഷ്ടം നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കാത്തതാണ്. അപ്പോൾ ഈ ലോകം പരലോകം. ഇനി പരലോകം എന്ന് പറയുമ്പോൾ കേവലം സ്വർഗാദി ലോകങ്ങളെന്ന് അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ അനുഭവിക്കപ്പെടാത്തത്, ഇതിനുപരിയുള്ളത്, ഈ ലോകത്തിൻ്റെ അനുഭവ വിശേഷങ്ങൾക്കുപരിയുള്ളത് എന്നർത്ഥവും എടുക്കാം. അങ്ങനെ ദൃഷ്ടവും അദൃഷ്ടവുമായ അർത്ഥങ്ങളെ നേടുന്നതിന്, സാധിക്കുന്നതിന് സമർത്ഥതരമായ ഭാവത്തോടു കൂടിയ ആരാണ് ഇതിനാൽ അലങ്കരിക്കപ്പെടാത്തത്? താത്പര്യം, എല്ലാവരും അലങ്കരിക്കപ്പെടും. ഏതൊരു മനുഷ്യനും താത്പര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നോത്തര രത്നമാലികയാൽ സ്വയം അലങ്കരിക്കാൻ സന്നദ്ധനാകും. എന്തേ കാരണം? ഇത് ദൃഷ്ടവും അദൃഷ്ടവുമായ അർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മൾ പ്രാപിക്കാൻ എന്താണോ ഇച്ഛിക്കുന്നത്, അതാണ് ഇവിടെ അർത്ഥശബ്ദത്താൽ പറയപ്പെടുന്നത്. അപ്പോൾ ദൃഷ്ടാദൃഷ്ടങ്ങളാകുന്ന അർത്ഥങ്ങളെ, ജന്മഫലങ്ങളെ നേടിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെ അമുയാ കണ്ഠസ്ഥിതയ, അമുയാ ഇതിനാൽ, കണ്ഠസ്ഥിതയ കണ്ഠസ്ഥിതമായതിനാൽ. രണ്ടർത്ഥം. ഒന്നാമത്തെ അർത്ഥം, ഇവിടെ ഈ ചോദ്യോത്തര രൂപത്തിലുള്ള കൃതി രത്നമാലികയായിട്ടാണ് പറയപ്പെട്ടത്. ഇപ്പോൾ രത്നമാലിക, രത്നമാല, മാല കണ്ഠത്തിലാണല്ലോ ധരിക്കേണ്ടത്. ഇപ്പം മാല കണ്ഠത്തിലാണ് ധരിക്കേണ്ടതെന്നത് കൊണ്ട് കണ്ഠസ്ഥിതയാന്ന് പറഞ്ഞു. ഇതാണ് വാച്യാർത്ഥം. ഇതിന് താത്പര്യം മറ്റൊന്നാണ്. ഈ ചോദ്യോത്തരങ്ങൾ പഠിച്ച് അവ കണ്ഠസ്ഥിതമാകണം. കണ്ഠസ്ഥിതമാവുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും
പുസ്തകത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ലാതെ ഏത് സമയത്ത് ചോദിച്ചാലും ഏത് സമയത്ത് ചിന്തിച്ചാലും കണ്ഠസ്ഥിതമായിരിക്കണം. ആ ശ്ലോകം പുറത്തേക്ക് വരണം. അങ്ങനെ ഒരു മനുഷ്യന് ഹൃദയസ്ഥിതമാവുക, കണ്ഠസ്ഥിതമാവുക എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം അയാളുടെ ഭാഗമായി. പിന്നെ അയാൾക്ക് പുസ്തകത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ അയാൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കണ്ഠസ്ഥിതമായ ഈ പ്രശ്നോത്തര രത്നമാലിക ആരെയാണ് അലങ്കരിക്കാത്തത്? എല്ലാവരെയും അലങ്കരിക്കും, എല്ലാവരും അലങ്കരിക്കപ്പെടും. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു കണ്ഠാഭരണമായിട്ടുള്ള രത്നമാലികയാണിത്. ഇത് എല്ലാവരും ധരിക്കണം എന്ന് താത്പര്യം. ഇങ്ങനെ ഗ്രന്ഥമഹിമയെ പറഞ്ഞ് അതിലേക്ക് നമ്മളെ ആകർഷിച്ചുകൊണ്ടാണ് ഈ പ്രശ്നോത്തരങ്ങളിലേക്ക് കടക്കുന്നത്. നോക്കൂ, നമുക്ക് പതുക്കെ പ്രവേശിച്ച് പഠിക്കാം. ഭഗവൻ കിമുപാദേയം ഗുരുവചനം ഹേയമപി ച കിമകാര്യം കോ ഗുരുരധിഗതതത്വഃ ശിഷ്യഹിതായോദ്യതഃ സതതം. ഭഗവൻ കിമുപാദേയം ഗുരുവചനം ഹേയമപി ച കിമകാര്യം കോ ഗുരുരധിഗതതത്വഃ ശിഷ്യഹിതായോദ്യതഃ സതതം. ഈ പ്രശ്നോത്തര മാലിക, രത്നമാലിക ആരംഭിക്കുന്നത് ഭഗവൻ എന്നുള്ള സംബോധനയോടുകൂടിയാണ്. ശിഷ്യൻ ഗുരുനാഥനെ വിളിക്കുന്നതാണ് ഭഗവൻ. അല്ലയോ ഭഗവാനെ എന്നർത്ഥം. അല്ലയോ ഭഗവാനെ. ആ സംബോധനയുടെ മഹിമ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ശിഷ്യന്മാർ ഗുരുനാഥന്മാരെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഭഗവനെന്ന്. നമ്മുടെ സകല ശാസ്ത്രങ്ങളിലും ഈ മഹിമ കാണാം. സാക്ഷാൽ ഭഗവാനായിട്ടാണ് ഗുരുനാഥനെ കാണുന്നത്. ഭഗവാൻ എന്നതിൻ്റെ സംബോധനയാണ് ഭഗവൻ. എന്താണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ഭഗം അസ്യ അസ്തീതി ഭഗവാൻ. ഭഗം ആർക്കുണ്ടോ അവനാണ് ഭഗവാൻ, അവൾ ഭഗവതി. വിഷ്ണു പുരാണത്തിൽ ഭഗം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ എന്ന്. സമഗ്രമായ ധർമ്മം, ഐശ്വര്യം, യശസ്, ജ്ഞാനം, വൈരാഗ്യം ഇവയൊക്കെ ചേർന്ന് സദാ ചേർന്ന് വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം. ഭഗത്തോടൊത്തവൻ ഭഗവാൻ. അല്ലയോ ഭഗവാനെ എന്ന് വിളിക്കുന്നു. തീർത്തും ഈശ്വരഭാവത്തിൽ ഗുരുനാഥനെ കണ്ടുള്ള സംബോധനയാണ്. അങ്ങനെ വിളിച്ചിട്ടാണ് ചോദ്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുന്നത്. അതിന് ഗുരുനാഥൻ നൽകുന്ന മറുപടികൾ നമുക്കവ ക്രമമായി അടുത്ത പ്രാവശ്യം പഠിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ലാസ്റ്റ് അവസാനമായിട്ട് അംബരീഷനോട് ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമാപിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്ന മധുര വാക്കുകളെന്ന് കേൾക്കുമ്പം നമുക്ക് അത്രയും കുളിര് തോന്നും. കാര്യം അത്രയും ഭക്തനായിരുന്നു, അത്രയും ഭഗവാനിൽ ഉറച്ച വിശ്വാസിയായിരുന്നു ആര്? അംബരീഷൻ. ഈ കഥ കേൾക്കുക, അംബരീഷൻ്റെ നാമം കേൾക്കുക, അംബരീഷ ചരിതം ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുകയല്ല. അംബരീഷനാകാനുള്ള ഒരു അല്പശ്രമം നമ്മുടെ ഉള്ളിലുണ്ടാകണമെന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് അവസാനം ചുരുക്കെഴുത്തായിട്ട് ശുഗമുനി പറയുന്നുണ്ട്. എന്താ? 1 വർഷക്കാലമാണ് ദുർവാസാവ് മഹർഷി അംബരീഷൻ്റെ സുദർശന ചക്രത്തെ ഭയന്ന് സത്യലോകത്തും കൈലാസത്തിലും അതുപോലെ തന്നെ പാലാഴിയിലുമൊക്കെ പോയത്, വൈകുണ്ഠത്തിലും പോയത്. 3 ലോകത്തിലും പോകുന്നതിന് 1 വർഷം എടുത്ത്. ഈ 1 വർഷക്കാലം അംബരീഷൻ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ള കഥയും ശുഗമുനി പറയുന്നുണ്ട് ഇതിനകത്ത്. എങ്ങനെയാണ്? മാമുനി ശ്രേഷ്ഠനായ ദുർവാസാവ്
അംബരീഷൻ്റെ സുദർശനചക്രത്തെ ഭയന്ന് സത്യലോകത്തും കൈലാസത്തിലും വൈകുണ്ഠത്തിലും പോയി 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെയുള്ള സമയത്ത് അദ്ദേഹവും ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി, ജലം മാത്രം കുടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി അംബരീഷൻ എന്നാണ്. അപ്പോൾ എത്രയോ ശ്രേഷ്ഠനാണ്. വാക്കുകളുണ്ട് ഭാഗവതത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കോ വർണ്ണിക്കാനാവുമോ അംബരീഷൻ്റെ വിഷ്ണു ഭഗവാനോടുള്ള ഭക്തി എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. നമുക്കാർക്കും ഈ അംബരീഷ ചരിതമൊന്നും വായിച്ച് അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ അത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ ഇറക്കി വയ്ക്കാൻ സാധിക്കില്ല. കാര്യം എന്താ? അനുഭവിയാതെ അറിവിയില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പം അത് അനുഭവിച്ച് മനസ്സിൽ ദൃഢമാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, പ്രീതോസ്മി അനുഗൃഹീതോസ്മി തവ ഭാഗവതസ്യ വൈ ദർശനസ്പർശനാലാപാത് ആദിത്യേനാത്മമേധസ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. എന്താ പറയുന്നത്? ഭാഗവതസ്യ, ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന, ഭഗവാനിൽ എത്രയോ വേറെ യാതൊന്നിനും ഭഗവാന്റെ അത്രയും പ്രാധാന്യം കൊടുക്കാതെ. അംബരീഷൻ്റെ കഥ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. രാജ്യം നല്ലവണ്ണം ഭരിച്ചിരുന്നു അംബരീഷൻ. പ്രജാക്ഷേമ തൽപരനായിരുന്നു. അംബരീഷനെക്കുറിച്ച് ദുർവാസാവ് തന്നെ പറയുന്നുണ്ട് ഇതിൽ. അംബരീഷൻ ഇനി ഇല്ലാതായാലും ശരി, അംബരീഷൻ്റെ മാഹാത്മ്യം എന്നും എല്ലാ കാലത്തും ഭക്തന്മാർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത്രയും പ്രജാക്ഷേമ തൽപരനായിരുന്നു. തൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭക്തിയെ നിലനിർത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തനായിരുന്ന തവ, അങ്ങയുടെ ദർശനസ്പർശനാലാപൈഹി, ദർശനം, സ്പർശനം, ആലാപനം, സംസാരം എന്നിവ കൊണ്ടും, അങ്ങയുടെ ദർശനം കൊണ്ട് ഇങ്ങനെയുള്ള സുഹൃതികളായ മനുഷ്യരെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് പരമഭാഗ്യമാണ്. ത്യാഗം കൊണ്ട് മറ്റൊന്നിലും ഇച്ഛയില്ലാതെ ഈശ്വരനിൽ മാത്രം ഇച്ഛയെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ സുഹൃതികളായ ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ത്യാഗം കൊണ്ട് ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ടും ജീവിക്കുന്ന സന്തുഷ്ടചിത്തന്മാർ. അങ്ങനെയുള്ള സുഹൃതികളായിരിക്കുന്ന ആളുകളുടെ ദർശനം, അവരുടെ ദർശനം നിങ്ങൾക്ക് വളരെയധികം പുണ്യപ്രദമാണ്. അങ്ങനെയുള്ള ആളുകളെ ദർശിക്കാൻ പോകുന്നതിൽ താല്പര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെയോ അതുപോലെ തന്നെ സ്പർശനം, അവരുടെ അനുഗ്രഹം നമ്മുടെ ശിരസിലുണ്ടായാൽ അതിൽ പരം പുണ്യം വേറെ ഒന്നും ഉണ്ടാകാനില്ല. ഒരു ചെടി അത് നട്ടു കഴിഞ്ഞാൽ അതിന് വെള്ളവും ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ ഊർജ്ജസ്വലമാകുന്നത്. അതിൽ ഫലങ്ങളുണ്ടാകുമോ? കായ്ക്കുന്നതാണെങ്കിൽ കായ്ഫലങ്ങൾ നൽകുന്നു, പുഷ്പിക്കുന്നതാണെങ്കിൽ പുഷ്പം നൽകുന്നു. ഇതെല്ലാം നൽകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ക്രമാനുഗതമായിട്ട് നമ്മൾ നൽകുന്ന ജലം, വളം ഇത്യാദികളാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടുന്ന വിധത്തിലുള്ള മനസ്സിന് ഒരു ചര്യ, ഒരു അനുഷ്ഠാനക്രമം ഉണ്ടാക്കിയെടുത്താൽ അത് കൂടുതലും നമുക്ക് ഗുണകരമായി ഭവിക്കുമെന്ന് മാത്രമല്ല, എങ്ങനെയാണോ ഒരു സസ്യലതാദികൾ കൂടുതൽ ഫലപ്രദമായി തീരുന്നത്, അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ സാർത്ഥകമായി തീരുന്നു. അതുകൊണ്ട് പറയുക, അങ്ങനെയുള്ള വ്യക്തിയുടെ ദർശനം, സ്പർശനം, ഇത് രണ്ടും നമുക്ക് ലഭിച്ചാൽ തന്നെ പുണ്യകരമാണ്. പിന്നെയോ ആലാപം, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുക, അവർ തല്ലുന്ന അമൃതവാണികൾ നമ്മൾ ശ്രവിക്കാൻ ശ്രമിച്ചാൽ അതും നമുക്ക് ഇഹപരലോകത്തിലെ പുണ്യപ്രദമാണ്. പിന്നെയോ ആദിത്യേന, അതുപോലെ ആത്മമേധസ, ആത്മാവിൽ ബുദ്ധിയോട് കൂടിയിരിക്കുന്നവനെയാണ് ആത്മമേധസ്സെന്ന് ഭാഗവതത്തിൽ പറയുന്നത്. ആത്മവേദസ ആദിത്യേന, അതിഥി സൽക്കാരം കൊണ്ട് പ്രീത അസ്മി, പ്രീതനായിട്ട് തീരുന്നു, ഭവിക്കുന്ന, അനുഗ്രഹീത അസ്മി, അനുഗ്രഹപ്പെട്ടവനായും ഞാൻ ഭവിക്കുന്നു. അല്ലയോ അംബരീഷ മഹാരാജാവേ, അങ്ങയുടെ പേര് തന്നെ ഉപയോഗിക്കാൻ ഞാൻ പ്രാപ്തനല്ല. കാര്യം എന്താ? അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഒരു മാമുനി ശ്രേഷ്ഠൻ ഇങ്ങനെ ഒരു ഉത്തമനായ ഭക്തനെക്കുറിച്ച് പറയുമ്പോൾ, ഉത്തമനായ ഭക്തനായാലുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് സ്വയം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. അവിടെ പറയുകയാണ്, ഞാൻ പ്രീതനായിരിക്കുന്നു. എന്തുകൊണ്ടാണ്?
ആത്മാവിൽ ബുദ്ധിയോടുകൂടിയിരിക്കുന്നവനാണ്. ആത്മമേധസ്സ എന്ന് പറഞ്ഞ് ഇത് ഏറ്റവും വലിയൊരു പ്രയോഗമാണ്. എല്ലാവർക്കും സാധിക്കാത്തൊരു പ്രയോഗം ആത്മമേധസ്. ആത്മാവിൽ ബുദ്ധിയോടുകൂടിയിരിക്കുക. നമ്മളെപ്പോഴും ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ശരീരബുദ്ധിയാണ്. ഞാൻ ശരീരമാണ്, ഞാൻ ജനിച്ചതാണ്, ഞാൻ മരിക്കുന്നതാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവസാനിച്ചു, പിന്നെ ഇല്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുക മരിക്കുക എന്നുള്ളത് ശരീരബുദ്ധിയാണ്. ശരീരബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ആളുകൾ മാത്രം വിചാരം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ആത്മബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ശരീരത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്നതാണ് ആത്മാവ്. ആ ആത്മാവിൽ മാത്രം സ്ഥിരമായ ബുദ്ധി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മബുദ്ധി എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടുന്നത്. അത് ഈ ജീവിതത്തിനെ ധന്യമാക്കുന്ന ഒന്നാണ്. ആത്മബുദ്ധിയെ ആർജിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അതാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യവും. എല്ലാവരും ആത്മബുദ്ധിപരമായിട്ട് ശരീരബുദ്ധി ജഡബുദ്ധിയെ ഉപേക്ഷിച്ച് ആത്മബുദ്ധിയിലേക്ക് ഉയരാൻ ഭാഗവതം നമ്മെ ഉപദേശിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഒരു നുള്ളു കുങ്കുമം അധികം തരൂ അമ്മേ, ഒരു തുള്ളി ജ്ഞാനം അധികം തരൂ, കുങ്കുമമൊഴിയാതെ ചൂടാനും ജ്ഞാനം തിരുനാമം പാടാനും. ഒരു നുള്ളു കുങ്കുമം അധികം തരൂ അമ്മേ, ഒരു തുള്ളി ജ്ഞാനം അധികം തരൂ, കുങ്കുമമൊഴിയാതെ ചൂടാനും ജ്ഞാനം തിരുനാമം പാടാനും. जय जय हे मधुसूदन कामिनी, जय जय हे मधुसूदन कामिनी, आदिलक्ष्मी सदा पालय सदा पालय